ഇതിലേക്കുള്ള മാവ് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഓയിൽ. അതിപ്പോൾ ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. 1 ടീസ്പൂൺ ഉപ്പ്. ഈ ഫസ്റ്റ് ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഇതിലേക്ക് സാധാരണ വെള്ളമല്ല കേട്ടോ നമ്മൾ ഒഴിക്കുന്നത്, നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 1.5 കപ്പ് പൊടി എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അത്രയ്ക്ക് വെള്ളം വരും. അപ്പോൾ ഒറ്റയടിക്ക് 1/4 കപ്പ് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഫസ്റ്റ് ഒരു 1/2 കപ്പ് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അതനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ അതാ ഇത് ഓയിലൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ വെള്ളം നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് 1/2 കപ്പ് ഒഴിക്കാം. പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി. അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. എക്സ്ട്രാ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൈ കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ വെള്ളം കറക്റ്റ് ഭാഗമായിട്ടുണ്ട് കേട്ടോ. ആ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓൾറെഡി മൈദപ്പൊടി നല്ല സോഫ്റ്റായിട്ടിരിക്കും, പക്ഷെ നമ്മൾ ചൂടുവെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു എന്താ പറയുക, ഭയങ്കര സ്പോഞ്ച് പോലെ ഇരിക്കും. ഇത് സാധാരണ ചൈനക്കാരൊക്കെ ഫ്ലാറ്റ് ബ്രെഡ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ ഇന്ത്യക്കാരും ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഇത് നമ്മൾ 2 ലെയർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ലെയറായിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ നീയുടെ ഒരു ഫ്രണ്ട് ചൈനക്കാരത്തിയുണ്ട്, അപ്പോൾ അവരുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു തന്നത്. ഈ നമുക്ക് കൗണ്ടർ ടോപ്പും ഇട്ടിട്ട് ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഞാൻ ഈ കൗണ്ടർ ടോപ്പുമ്പോൾ കുറച്ച് ഓയിലൊന്നും തൂക്കുന്നുണ്ട്. കൗണ്ടർ ടോപ്പും ഒഴിക്കണ്ട, ഇതിൻ്റെ മുകളിൽ ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ പൊടി ഇട്ടാലും മതി, പക്ഷെ പൊടി ഇടുന്നതിനേക്കാളും എനിക്കിഷ്ടം ഓയിൽ ഒഴിക്കുന്നത്. ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചില്ല, കുറച്ച്. ഇനി ഇത് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുക്കുകയാണ്. മൈദ അത്രയ്ക്ക് ഹെൽത്തി ഒന്നുമല്ല, പക്ഷേ നമ്മളിങ്ങനെ മൈദയൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ വീടുകളിലൊന്നും ഉണ്ടാക്കാറില്ല. വല്ലപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കുന്നതിന് കുഴപ്പമില്ല. ഞാനും സാധാരണ അങ്ങനെ മൈദ വെച്ചിട്ട് അങ്ങനെ സാധനങ്ങളൊന്നും വീട്ടിലുണ്ടാക്കാറില്ല. മിക്കപ്പോഴും ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഗോതമ്പ് പൊടിയേക്കാളും കുറച്ചും കൂടി നല്ല സോഫ്റ്റൊക്കെ ആയിട്ടിരിക്കുക മൈദപ്പൊടിയാണല്ലോ. അപ്പോൾ നമ്മൾ കടയിലൊക്കെ പോയിട്ട് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ. അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ട് ഇത് നമുക്കൊരു 15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തുറന്ന് വയ്ക്കരുത് കേട്ടോ, എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് വയ്ക്കാം. ഇത് നമുക്ക് റെഡിയാക്കുമ്പോൾ ഇതിനൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നല്ല പൊടി പൊടിയായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ ഗാർലിക് നാനൊക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനത്തെ ഫ്ലേവറിൽ നമുക്ക് റെഡിയാക്കാം. ഇപ്പം നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്യണം കേട്ടോ ഇങ്ങനെ. പിന്നെ കുറച്ച് മല്ലിയില. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇത് നമുക്ക് റെഡിയാക്കിയിട്ട് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇനി ഏതാണ്ട് നീക്കി വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മുടെ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് 1/2 മണിക്കൂറായി. ഇപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കണ മാവ് എടുക്കുക. അതായത് ഒന്നും കൂടി നമുക്കൊന്ന് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. ഇങ്ങനെ രണ്ടാമത് നമ്മൾ കുഴയ്ക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ ബലം കൊടുത്തിട്ട് കുഴയ്ക്കണ്ട കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ടൊന്ന് അങ്ങോട്ട് ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കുക. അതേപോലെ അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ട് ഒന്ന് നീളത്തിൽ ആക്കിയിട്ടെടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരേ വലിപ്പമുള്ളത് നമുക്ക് കിട്ടും. ഇത് നമുക്ക് ഓരോ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ
ചാത്തൻ കോഴി അവിടെ നിന്നിട്ട് നല്ല പോലെ എല്ലാവരും ഫ്രണ്ടിലേക്ക് വന്നേക്കാം. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ, എല്ലാവരും ഇപ്പോൾ ചവറൊക്കെ വീണ് നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഫ്രണ്ടിലാണ്. ഓക്കെ, ഇതെല്ലാവരും നമ്മൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് പൊടിയൊന്ന് വേദറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഇങ്ങനെ കട്ട പിടിച്ച പോലെ കിടക്കും. അപ്പോൾ ഇതിന് നമ്മൾ 2 ഉരുളി എടുത്തിട്ടുണ്ട്. അത് ഒന്നുകൂടി നമുക്കൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്താം. കുറച്ച് പൊടിയൊന്ന് വിതറി കൊടുക്കുക. ഇനി അത് നമുക്ക് പരത്താം. ഇത്രയ്ക്ക് ഫസ്റ്റ് പരത്തിയാൽ മതി. നമ്മൾ ഒരെണ്ണി മാറ്റി വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഇതേപോലെ പരത്താം. ഇപ്പം രണ്ടും ഏതാണ്ട് നമുക്കൊരു സെയിം വലുപ്പത്തിൽ നമ്മൾ പരത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് നമ്മളിവിടെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടില്ലേ, ഇത് നമുക്ക് ഈ ഓയിൽ നമുക്ക് കുറച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഓയിൽ മാത്രമേ ബ്രഷ് ചെയ്യണുള്ളൂ കേട്ടോ. ലാസ്റ്റ് നമുക്കിത് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ ഈ ഗാർലിക്കും ഇതൊക്കെയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മൊരിച്ചിട്ടെടുക്കാം. ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ വേറെ ഒന്നുകൂടി റെഡി ആക്കിയിട്ട് വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. ഇനി അത് നമുക്ക് നല്ല കനം കുറച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. കാരണം കുറേ ബലം കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചിലപ്പോൾ ബൾജ് ചെയ്ത് പുറത്തേക്ക് പോകും. നല്ല കനം കുറച്ചിട്ട് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ ഇങ്ങനെ റെഡി ആക്കിയിട്ടെടുക്കാം. ഇതേപോലെ ഇങ്ങനെ നല്ല കനം കുറഞ്ഞിട്ട് ഇരിക്കണോട്ടോ. ഇതിനകത്ത് 2 ലെയറാണ് ഇരിക്കുന്നത്, പക്ഷെ ഒട്ടും കനമില്ലാണ്ട് ഇരിക്കണേ കണ്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ 7 കേട്ടോ ഞാൻ പരത്തിയെടുത്തേക്കുന്നത്. അപ്പോൾ ഓരോന്നിലും നമ്മൾ 2 വെച്ച് എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്കൊരു 14 കിട്ടും കേട്ടോ ഇതേപോലത്തെ. പിന്നെ എടുക്കുമ്പോൾ നല്ല കനം കുറച്ചിട്ട് തന്നെ പരത്തിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഇനി ഇത് നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തീ പതുക്കൊന്ന് കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് നമ്മളിവിടെ വെളുത്തുള്ളിയും പിന്നെ മല്ലിയിലയും പിന്നെ വെളിച്ചെണ്ണയും കൂടിയിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിട്ടില്ല, അത് കുറച്ച് നമ്മുടെ ഈ പാനിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ റാപ്പ് വെച്ചോട്ടെ, നമ്മുടെ ചപ്പാത്തി വെച്ചു. ഗാർലിക്ക് ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ ഇടുമ്പോൾ തന്നെ ആ ഗാർലിക്കൊക്കെ ശരിക്കും നന്നായിട്ട് മുരി. ഓക്കെ, ഇപ്പോൾ നോക്കി ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ചെറിയ ചെറിയ ബബിൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിടാണ്. ആ ഗാർലിക്കിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും. അത് ഓയിലിൽ നിങ്ങൾ കുറച്ച് നേരത്തെ കൂട്ടിയിട്ട് ഇട്ട് വെച്ചോട്ടോ, ഗാർലിക്കും പിന്നെ മല്ലിയിലയും. അത് അതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ഒരു നല്ല ചൂട് വേണം കേട്ടോ. നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് പൊന്തി വരും. ഇതിൻ്റെ ഉള്ളിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും. നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കുക. ഇത് 2 തരത്തിൽ റെഡിയാക്കിയിട്ട് എടുക്കുക. എന്നാലേ ഫസ്റ്റ് നമ്മുടെ ഓയിലിൻ്റെ മിക്സിങ് നമ്മളൊന്ന് ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ചപ്പാത്തി വെച്ചിട്ട് ഈ പരത്തിയേക്കണത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് 2 സൈഡ് തിരിച്ച് പറിച്ച് ഇട്ടിട്ട് മൊരിച്ചിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇത് ഫസ്റ്റ് ഇത് സെപ്പറേറ്റ് വയ്ക്കാം. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് പൊന്തി വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഗാർലിക്കിൻ്റെ ഓയിൽ തേച്ചോളൂ. അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം.
അപ്പോൾ കുറേ നേരം ഇട്ടിട്ട് മൊരിയിക്കാണ്ട് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോഴായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ മൊരിഞ്ഞു പോകും. പിന്നെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെയും റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇത് നമുക്ക് പലതരത്തിൽ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ മിക്സിങ് നമ്മൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. വേവാൻ പോണതിന് മുമ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ, എന്നാലും അത് പിടിച്ചിരിക്കുള്ളൂ. അപ്പോൾ കുറച്ച് നല്ലതായിട്ട് മല്ലിയിലൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. നന്നായിട്ട് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് പൊന്തി വന്നോളും. അങ്ങനെ എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഗാർലിക് നാൻ്റെ പോലെ കിട്ടുന്നു. നന്നായിട്ട് മല്ലിയിലയും പിന്നെ ഗാർലിക്കൊക്കെ ഇട്ടിട്ട്. എനിക്ക് നമ്മുടെ നാട്ടിലൊക്കെ നാല് ദിവസം ഞങ്ങൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗാർലിക് നാൻ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് ഇതേപോലത്തെ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. മറ്റേത് സാധാരണ നാൻ ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റൊക്കെ ചേർത്തിട്ടാണ് നാൻ്റെ മിക്സിങ് ഉണ്ടാക്കുക. പക്ഷേ ആ കടയിൽ ആ റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതേപോലെയാണ് നാൻ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റ് വേണം ഞാൻ കുറച്ച് ബട്ടർ ഇട്ടിട്ട് റെഡിയാക്കുന്നത്. ഓയിലിന് പകരം ബട്ടർ ഇട്ടിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക. ബട്ടറിനായിരിക്കുമല്ലോ ടേസ്റ്റ് കൂടുതൽ. ഈ കുറച്ചായിട്ട് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഹാർഡായിട്ട് വരും. ഇതിനൊന്നും പിന്നെ വലിയ വേവൊന്നും ഉണ്ടാവില്ല, കാരണം ഇത് നമ്മൾ നല്ല കനം കുറച്ചിട്ടല്ലേ നമ്മൾ പരത്തിയെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഇതിനാണ് പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ട് എനിക്ക് ഇഷ്ടമുള്ള പേരിടാം. ഞാനിത് നീനസ്റ്റിൽ കഴിഞ്ഞ് വരുമ്പോൾ നാനെന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇത് വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കലൊക്കെ കുറവാട്ടെ, എന്നാലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണത്. കാരണം പിള്ളേർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കണമല്ലോ. നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ തീ ഒരുപാട് കുറച്ച് വെച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കരുത്. പിന്നെ ഗാർലിക്കൊന്ന് നന്നായിട്ട് മുരിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഗാർലിക്കിൻ്റെ മിക്സിങ് പാനിൽ ഇട്ടിട്ട് നമ്മുടെ ഈ പരത്തിയത് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. അല്ലെങ്കിൽ പരത്തിയത് ഫസ്റ്റ് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ഗാർലിക്കിൻ്റെ മിക്സിങ് ഇട്ടിട്ട് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും റെഡിയാക്കിയിട്ട് എടുക്കുക. ഇത് നിങ്ങൾക്ക് ബട്ടറിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടറിലും റെഡിയാക്കിയിട്ട് എടുക്കാം. ഇത് നമ്മൾ 2 ലെയർ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ ഇതേപോലെ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കത് 2 ലെയർ നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കാനും പറ്റും. ഇതിൻ്റെ ഗാർലിക്കൊക്കെ കണ്ട് മുരിഞ്ഞിട്ട് നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ എനിക്ക് ചൂടോട് കൂടിയിട്ടത് ഒരെണ്ണം എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നുണ്ട്. അത്രയ്ക്ക് നല്ലൊരു മണം. ഗാർലിക്ക് മുരിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു മണമല്ലേ. അപ്പോൾ നമ്മുടെ ഗാർലിക് നാൻ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബീഫും കൂടിയിട്ട് എടുക്കുന്നുണ്ട്. ഇത് ഇവിടെ അന്ന് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ, കാട്ടുപോത്തിൻ്റെ മീറ്റ് കിട്ടിയിട്ട് അന്ന് കറി വെച്ച് കാണിച്ചില്ല. ആ കറി കേട്ടോ ഞാനത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു. ഞങ്ങൾ കുറേശ്ശേ എടുക്കാറുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും.